വെൽക്കം ബാക്ക് ടു ATM ആർട്ടിഫിഷ്യൽ നോളജ്. ഇന്ന് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിന്റെ 4ാം ഭാഗം പഠിക്കാൻ പോവുകയാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ നമ്മൾ സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക്. റിപ്പോർട്ടർ സ്പീച്ചിലെ പേഴ്സണൽ പ്രൊനൗൺസിന് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് സ്പീച്ചിൽ ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന ഭാഗത്തിലെ പേഴ്സണൽ പ്രൊനൗൺസ് ഫസ്റ്റ് പേഴ്സൺസ് ഐ ആൻഡ് വി വരുമ്പോൾ അതിനുള്ള മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സെക്കൻഡ് പേഴ്സൺ ഉണ്ട്, ഇവിടെ തേർഡ് പേഴ്സൺ വരും. അപ്പോഴുള്ള മാറ്റങ്ങളും വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് 3 സെന്റൻസസ് ഉണ്ട് ഇവിടെ. അതിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ സ്പീക്കേഴ്സ് യു ആൻഡ് ദേ, ഇവിടുത്തെ പേഴ്സണൽ പ്രൊനൗൺസ് ഐ ആൻഡ് വി. ഈ സമയങ്ങളിൽ ഇവയ്ക്ക് വരുന്ന മാറ്റമാണ്. മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മളിവിടെ യു ആൻഡ് ദേ പരീക്ഷിച്ചിട്ടില്ല. ഐ വി ഹി ഷി ഇവയായിരുന്നു സ്പീക്കേഴ്സ്. ഇന്ന് യു ദേയുമാണ്. അപ്പോൾ ഇവയ്ക്ക് എങ്ങനെയാണ് മാറ്റം വരുന്നത്? നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു പോകാം. ആദ്യം ചെയ്യേണ്ടത് റിപ്പോർട്ടിംഗ് വെർബാണ്. അത് പാസ്റ്റിലാണെങ്കിൽ ഇവിടുത്തെ ടെൻസിന് മാറ്റം വരണമെന്ന് മനസ്സിലായി. ഈ ടെൻസുകൾ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലാണ്. ഒന്നാമത്തെ സെന്റൻസ് നമുക്ക് എടുക്കാം. യു സെഡ് ഐ വർക്ക് ഡെയിലി. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആണ്. റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്ട് യു ആണ്. ഇനി ഇൻവേർട്ടഡ് കോമയിലെ ടെൻസ് എന്താണെന്ന് നോക്കുക. ഐ വർക്ക് ഡെയിലി സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണമെന്ന് നമുക്കറിയാം. അടുത്തത് ഇതേത് സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കണം. ഐ വർക്ക് ഡെയിലി എന്നുള്ളത് ഒരു അസർട്ടീവ് സെന്റൻസ് ആണ്. അസർട്ടീവ് സെന്റൻസ് ആണെങ്കിൽ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് ചേർക്കണമെന്നും നമ്മൾ പഠിച്ചു. നോക്കാം. യു സെഡ് നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു. യു സെഡ് അസർട്ടീവ് സെന്റൻസ് ആയതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ്. യു സെഡ് ദാറ്റ്. ഇനിയാണ് ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഐ പേഴ്സണൽ പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് അതിന് റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റുമായിട്ടാണ് ബന്ധം. നമ്മൾ ചിന്തിക്കുക, ഇവർ തമ്മിൽ എങ്ങനെയാണ് ബന്ധം? ഇവർ രണ്ടും ഒരാൾ തന്നെയാണോ? നോക്കണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ സ്പീക്കേഴ്സ് ഐ അല്ലെങ്കിൽ വി ആണെങ്കിൽ മാത്രം, ഈ സ്പീക്കേഴ്സ് ഐ അല്ലെങ്കിൽ വി ആണെങ്കിൽ മാത്രം ഈ ഭാഗം നമ്മളെയും കൂടി ബന്ധിപ്പിക്കുന്ന സംഗതിയായിരിക്കും, അല്ലെങ്കിൽ നമ്മളെയും കൂടി ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ ഇത് ഐയും വിയും അല്ല, മറ്റേതെങ്കിലും ഒരു പ്രൊനൗൺ ആണെങ്കിൽ ഇത് നമ്മുടെ കാര്യമല്ല, മറ്റാരുടെയോ കാര്യമാണ്. അപ്പൊ നമ്മളൊരു തേർഡ് പാർട്ടിയായി മാറി നിന്ന് ചിന്തിക്കലാണ് ചെയ്യേണ്ടത്. നോക്കാം. യു നമ്മളെ ബാധിക്കുന്നതല്ല. യു സെഡ് നീ പറഞ്ഞു. ഐ വർക്ക് ഡെയിലി. ഈ ഐ ആരാണ്? ഈ ഐ യു തന്നെയാണ്. നമ്മൾ മാറി നിന്ന് സംസാരിക്കുമ്പോൾ നീ പറഞ്ഞു ഞാനെന്നുള്ളത് നീയായി മാറണം. അവർ എന്നെ കുറിച്ചല്ല പറഞ്ഞത്, അവൻ അവന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ യു സെഡ് ഐ വർക്ക് ഡെയിലി എന്നുള്ളത് യു സെഡ് ദാറ്റ് ഐ ആരായി മാറണം? ദൈവൻ തന്നെയായി മാറണം. യു വർക്ക് എന്നുള്ളത് വർക്ക്ഡ് ആയി മാറി. സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി. ഡെയിലി. യു സെഡ് ദാറ്റ് യു വർക്ക്ഡ് ഡെയിലി. നീ പറഞ്ഞു നീ ഡെയിലി വർക്ക് ചെയ്തു എന്ന്. ഇനി അടുത്ത സെന്റൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ യു സെഡ്, ഇവിടുത്തെ പേഴ്സണൽ പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വി ആണ്. യു ആണ്, നമ്മുടെ കാര്യമല്ല, മറ്റൊരാളുടെ കാര്യമാണ്, മറ്റാൾക്കാരുടെ കാര്യമാണ്. എന്താണ് അവൻ പറയുന്നത്? യു സെഡ് നീ പറഞ്ഞു വി വർക്ക് ഡെയിലി. തുടങ്ങാം. യു സെഡ് ദാറ്റ്. എന്തിനാണ് ദാറ്റ് വന്നത് മനസ്സിലായി. ഇത് അസർട്ടീവ് ആയതുകൊണ്ട്. യു സെഡ് ദാറ്റ്. ആരാണ് വി? വിക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ വി ആരാണ്? വി എന്ന് പറയുന്നത് ഈ യു അടങ്ങുന്ന ഒരു സംഘമാണ്. ഇതിനകത്ത് യു അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ നീ പറഞ്ഞു, ഞങ്ങൾ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ എന്നായി മാറണം. അപ്പൊ നീ പറഞ്ഞു നിങ്ങൾ ഡെയിലി വർക്ക് ചെയ്തു എന്ന്.
അപ്പൊ എങ്ങനെയാണ് എഴുതേണ്ടത്? യു സെഡ് ദാറ്റ്, വി ആരായി മാറുന്നു? യു ആയി മാറും. യു വർക്ക്ഡ് ഡെയിലി. യു സെഡ് ദാറ്റ് യു വർക്ക് ഡെയിലി. ഇതവിടെ നോക്കാം, ഐ എ നമ്മൾ യു ആക്കി മാറ്റി, വി എ യു ആക്കി മാറ്റി. എന്നാൽ ഈ യുവും രണ്ട് തരത്തിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ യു നീയാണ്, ഇവിടെ യു നിങ്ങളാണ്. മനസ്സിലായി? ഇനി മൂന്നാമത്തെ സെന്റൻസ്, ദേ ആണ് സ്പീക്കർ. ഇവിടെ പേഴ്സണൽ പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണ്. ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അതിന്റെ സബ്ജക്റ്റുമായി, റിപ്പോർട്ടീവ് വെർബിന്റെ സബ്ജക്റ്റുമായി ബന്ധമുണ്ടാവും. നമ്മൾ എഴുതുന്നു ദേ സെഡ്, അസർട്ടീവ് ആണ്, അതുകൊണ്ട് ദാറ്റ്. ഇനി വി എങ്ങനെ ആക്കി മാറ്റണം? വി എന്നുള്ളത് ദേ ആണ്. അവർ പറഞ്ഞു, ഞങ്ങൾ എന്നുള്ളത് നമ്മൾ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞു, അവർ. അപ്പോ they said that they worked daily. ഇവിടെ നോക്കാം, വി ഈ സെന്റൻസിൽ യു ആയി മാറി, ഇവിടെ വി ദേ ആയി മാറി. അപ്പൊ നോക്കാം, ഒരു പേഴ്സണൽ പ്രോനൗൺ തന്നെ പല ഘട്ടത്തിൽ പലതായിട്ടാണ് മാറുന്നത്. അത് ഇൻവേർട്ടഡ് കോമയിലെ പേഴ്സണൽ പ്രോനൗണും സ്പീക്കറും തമ്മിലുള്ള ബന്ധം നോക്കി ലോജിക്കലി ചിന്തിച്ചിട്ടാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോ ഒരു സംഗതി ഇന്നതായി മാത്രമേ മാറൂ എന്ന് പറയാൻ പറ്റില്ല. ഒരു സംഗതി പലതായി പല സന്ദർഭങ്ങളിൽ മാറും. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസസ് ധാരാളമായി ഉണ്ടാക്കിയാൽ അതിനെ ഒന്ന് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റി പഠിച്ചാൽ ഇത് ഈസി ആവും. ഇപ്പൊ ഇതെന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചില സിമ്പിൾ സെന്റൻസസ് പഠിച്ചു പോകുന്നു. വരും ക്ലാസ്സുകളിൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോ they said that they worked daily. You said that you work daily. You said that you work daily. ഇവിടെ യുവും രണ്ട് തരത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലായി. ഈ വി ഇവിടെ ദയായി, അതെങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ട് കാര്യങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരും. കാത്തിരിക്കുക. Till we meet next time. Take care. Goodbye. Please like, share and subscribe the channel.